ജയിൽ DGP അലക്സാണ്ടർ ജേക്കബിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. 10,400 തടവ് പുള്ളികളാണ് കേരളത്തിലെ വിവിധ ജയിലുകളിലായി കിടക്കുന്നത്. അതിൽ തന്നെ 3,300 പേർ പ്രിവെന്റീവ് ഡിറ്റൻഷനാണ്, അതായത് പോലീസിന്റെ വിചാരണയ്ക്കും മറ്റുമായി ജയിലിൽ കഴിയുന്നവർ. അതുപോലെ തന്നെ 3,300 പേർ സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആണ്. ഈ പറഞ്ഞ രണ്ടു കൂട്ടർക്കും, അതായത് ഏകദേശം 6,600 പേർക്ക് മേൽ പറഞ്ഞ വേതനം ലഭിക്കുന്നില്ല. ബാക്കിയുള്ള 3,800ഓളം തടവ് പുള്ളികൾക്കാണ് ഈ വേതനം ലഭിക്കുന്നത്. പക്ഷേ ഈ ശമ്പളം പൂർണ്ണമായും പ്രതികൾക്ക് ലഭിക്കുമോ? അവിടെയാണ് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടത്. ശമ്പളത്തിന്റെ 30% ഈ കേസിലെ വിക്ടിമിന് നേരിട്ട് കൈമാറും. അതായത് ഈ പ്രതിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന ആൾക്ക് 50% പ്രതിയുടെ വീട്ടിലുള്ള ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ലഭിക്കും. ഈ പോയിന്റ് പറയുമ്പോൾ അതും പ്രതിക്ക് കിട്ടുന്നതല്ലേ എന്ന് ചിന്തിക്കാൻ വരുന്നവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരാൾ ജയിലിൽ പോകുമ്പോൾ അത് അയാളെ മാത്രമല്ല ബാധിക്കുന്നത്, ആ കുടുംബത്തിനെയും അത് വളരെ മോശമായി ബാധിക്കും. തുടർന്നുള്ള അവരുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലാകും. പലരും അവർക്ക് ജോലി കൊടുക്കാൻ മടിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 50% അവരിലേക്ക് പോകുന്നത്. ഭാര്യയും കുഞ്ഞുങ്ങളും ഇല്ലാത്ത പ്രതികളാണെങ്കിൽ ഈ 50%ന്റെ വലിയൊരു ഷെയർ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനും മറ്റുമാണ് പോകുന്നത്. ഇനി വരുന്ന 20% മാത്രമാണ് ഈ പ്രതിക്ക് നേരിട്ട് ലഭിക്കുന്നത്. അതും അയാൾക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റില്ല. അയാൾക്ക് ജയിലിനകത്തും ചിലവുകളുണ്ട്. അയാൾക്ക് ബ്രഷ് മേടിക്കണം, സോപ്പ് മേടിക്കണം, അങ്ങനെയുള്ള ചിലവുകൾക്കാണ് ആ പൈസ വിനിയോഗിക്കുന്നത്.